തരമൽ ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങള് കുറെ നാളായിട്ട് പുതിയൊരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു 10 ദിവസം ആയി തോന്നുന്നു അല്ലേ കനക? അതെ, നമ്മൾ കുറെ ദിവസമായി വീഡിയോ ചെയ്യാതെ. അതെ, ഒരു 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊരു വായനശാലയുണ്ട്, യുവജന ഗ്രന്ഥാലയം കേരളം. അതിന്റെ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പലതരം പരിപാടികളും നടന്നിട്ടുണ്ടായിരുന്നു. ഒരു സംഗീത ശില്പം ഇരുൾ വഴിയിൽ ഒരു കനൽ വെളിച്ചം, ഷിജു കേളോത്തിന്റെ സംവിധാനത്തിൽ ഇരുൾ വഴിയിൽ ഒരു കനൽ വെളിച്ചം എന്നുള്ള സംഗീത ശില്പം അരങ്ങേറിയിരുന്നു. അതിൽ നമ്മളും കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനുണ്ട്, കനകയുണ്ട്, നമ്മളെ അനിയത്തി സ്വാതി ഉണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പരിപാടിയാണ്. കുറെ കുട്ടികൾ 40ഓളം പേര് അടങ്ങിയിട്ടുള്ള ഒരു സംഗീത ശില്പാണ്. അതെ, അപ്പൊ ആ 40 ആളെ ഒരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഷിജു കേളോത്ത് കാണിച്ച മിടുക്ക് അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. കൂടുതൽ എന്താന്ന് വെച്ചാല് നമ്മളഭിനയിച്ചതിനെ പുഴത്തി പറയുന്നതോ അല്ല, അങ്ങനെയൊന്നല്ല. നാട്ടുകാരും നല്ലൊരു അഭിപ്രായം തന്നെ പറഞ്ഞു, മോശമില്ല എന്നുള്ള രീതിയിലുള്ള നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. അതിന്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മളെ വേറെ കൂട്ടുകാരെല്ലാം ചെയ്ത വീഡിയോ ഉണ്ട്. അത് അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. അങ്ങനെ നമ്മളെ പുതിയ എന്താ പറയണ്ട പുതിയ പാചകങ്ങളും പുതിയ വാചകങ്ങളിലായിട്ടുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമായിരുന്നു. അപ്പൊ അതിലിടക്ക് ഒന്ന് പറയാനുള്ളത് എന്ന് വെച്ചാല്, ആദ്യമായിട്ടാണ് കേട്ടാ ഞാൻ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഷിജു കേളത്ത് സംവിധാനം ചെയ്ത ഇരുൾ വഴിയിൽ ഒരു കനൽ വെളിച്ചം എന്ന പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറുന്നത്. എന്റെയും അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മള് ചെറിയ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു കഥാപ്രസംഗമായിട്ട് സ്റ്റേജിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ കൂടുതൽ വേദികളിലൊന്നും നമ്മളെ സ്റ്റേജിൽ കയറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിനയിക്കുക അതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇത് എൻ്റെ ജീവിതത്തിലും ഒരു ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ്. ഏതായാലും നമുക്ക് കഴിയുന്നത്രത്തോളം അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിനി. ഷിജു കേളോത്തിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിനി. എന്തായാലും മോശമൊന്നുമില്ല. അതിന് നമ്മൾ വായനശാല കമ്മിറ്റിയോടും അതുപോലെ നമ്മളെ ഷിജു കേളോത്തിനോടും കൂടെ അഭിനയിച്ച എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്ന. എന്നാ പിന്നെ വീഡിയോയിലേക്ക്. അതെ, ഓക്കെ. ഇന്ന് കുറച്ച് കൂണ് വാങ്ങിനേട്ടാ. നമ്മളിവിടെ കുമിലി എന്ന് പറയും. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു കുമിലി വാങ്ങുന്നത്. അപ്പോൾ ഇത് കണ്ടക്കൈ പറമ്പിലുള്ള അരുണേൻ്റെ അനിയൻ്റെ ഭാര്യ ഷിജിന ഷോജിൻ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അവർ 2-3 ആൾക്കാർ കൂടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു, കനകേച്ചി നിങ്ങൾക്ക് കൂണ് വേണോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് തന്നേണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 70 ഉറുപ്പ്യക്ക് വാങ്ങിയ കൂണാണ് കേട്ടോ ഇത്, 75 രൂപക്ക് കണ്ടോ. അപ്പോൾ അത് ഇന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. കൂണ് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും അറിഞ്ഞോന്ന് വരൂല. നമുക്ക് പണ്ട് ഇടുന്ന വളപ്പെന്നെല്ലാം കിട്ടും കേട്ടാ കൂണ്. അരി കുമലി എന്നും പറയും നമ്മൾ കേട്ടാ. അരി കുമലി അങ്ങനെ ഒരുപാട് വിധം കുമലി ഉണ്ട് കേട്ടാ. അപ്പോൾ കൂണിൻ്റെ മുകളിലൊരു നാര് പോലെ തന്നെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ. ഒരു എന്നാ പറയാ, ഒരു തൊലി പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിനങ്ങനെ പറിച്ചാലൊന്നും കിട്ടാനൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് വളപ്പെന്നെല്ലാം കിട്ടുന്നതിന് ഒരു പശ പോലെ തന്നെ ഒരു നാര് പോലെ തന്നെ ഒരു സാധനം ഇങ്ങനെ പൊളിക്കുമ്പോൾ വരും. അപ്പോൾ ഇത് ഞാൻ പൊളിച്ചു നോക്കുമ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കുമ്മൽ വൃത്തിയാക്കാൻ ഒരു പണിയും ഇല്ല. ഇതുപോലെ 2 കഷ്ണാക്കിയിട്ട് ഇടുകയേ വേണ്ടു. അതിൻ്റെ മുകളിൽ ഇതുണ്ടെങ്കിൽ പൊളിച്ച് കളി. അത് പൊളിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് ഒരു വഴുപ്പുണ്ടാകും അതുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. നല്ല വൃത്തിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾ വളപ്പെന്നെല്ലാം കിട്ടുന്നതാണെങ്കിൽ മണ്ണും പൊടിയും എല്ലാം ഉണ്ടാവും കേട്ടോ. വല്ലാണ്ട് മണ്ണുണ്ടാകും. ഇത് കൃഷി ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ കച്ചറകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ 1-2 വെള്ളത്തിന് ഞാൻ കഴുകിയെടുത്തു കേട്ടോ. അങ്ങനെ വഴുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ കൂണിന്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിടുന്നുണ്ട് ഞാൻ.
പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ചിടുന്നുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം വേണ്ടുന്നവർ മാത്രം മുറിച്ചിട്ടാൽ മതി. വേണ്ടെങ്കിൽ അത് അങ്ങനെ മുറിച്ചിടണമെന്നൊന്നുമില്ല. ഞാനൊരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്ത് മുറിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ സവാള അത് മുറിച്ചിട്ടു. കണ്ടോ? അപ്പം ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി വറുത്തെടുക്കണം. അപ്പം അതിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക കേട്ടോ, നിങ്ങളെ ആവശ്യത്തിന്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ആയി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മസാലയെല്ലാം എല്ലായിടേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വൃത്തിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ നല്ലോണം വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയും അതിൻ്റെയൊക്കെ വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം വറുത്തെടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മളെ തേങ്ങ. ഇനി നമ്മൾ നേരത്തെ പെരക്കിയെല്ലാം വെച്ച് നമ്മൾ കൂണ് നല്ലോണം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവാൻ വേണ്ടി വെക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതിനെ അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച് നല്ലോണം വെന്തതിന് ശേഷം തുറന്ന് നോക്കുക. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ? അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം ചാറാക്കാണ്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ, പാട് ചാറാക്കുന്നില്ല. ഇതുപോലെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് പതക്കണം. അപ്പം നല്ലോണം ഇതുപോലെ പതച്ച് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി നിങ്ങൾ. ഞാൻ കുറച്ച് 2 നുള്ളി ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു വറവ് കഴിക്കണം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലോണം മൂത്തു. ഇപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു, കണ്ടോ? അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്.
അടിപൊളി കറി കേട്ടാ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ കറിയെല്ലാം റെഡിയായി കണ്ട. നല്ല അടിപൊളി കറിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അതെ, മഷ്റൂം കറി എടുത്ത് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഇറച്ചിക്കറി വെച്ച പോലെ തന്നെ ഉണ്ടല്ലോ കേട്ടാ. നല്ല സൂപ്പർ വറുത്തരച്ച് വെച്ച പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ മഷ്റൂം. അടിപൊളി.